എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 15-ാം തീയതി വരെ അപേക്ഷിക്കാം. അപ്പോൾ ജൂൺ 12-ാം തീയതി വരെയാണ് ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജൂൺ 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്കുള്ള അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, BSc നഴ്സിംഗ് കോഴ്സിലേക്ക് എനിക്ക് അലോട്ട്മെൻറ്റിനായിട്ട് എനിക്ക് ഇത്രയാണ് ഇൻഡെക്സ് മാർക്കുള്ളത്, അതൊരു 270 ആണുള്ളത്. അപ്പോൾ ഞാൻ SC/ST കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഈ ഒരു 3 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. അതായത് ഒന്ന്, വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യുന്ന, അതായത് ഓപ്ഷനായിട്ട് നൽകുന്ന കോളേജുകൾ, അതായത് ഓപ്ഷൻ, നിങ്ങൾ എത്ര കോളേജുകൾ ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പ്രയോറിറ്റി ഏതൊരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത്, ആ ഒരു കോളേജ് മുൻഗണന പ്രകാരം നിങ്ങൾ നൽകുന്നതിനെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഗവൺമെൻറ് കോളേജായിരിക്കണം ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കേരളത്തിൽ 14 ഈ ഒരു നഴ്സിംഗ് കോളേജ് ആണുള്ളത്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജുകളിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു 14 നഴ്സിംഗ് കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷനുകൾ നൽകണം. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചുമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ എത്ര ഓപ്ഷനുകൾ ഏതൊക്കെ പ്രയോറിറ്റിയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അതായത് ഒരു കോളേജിൽ തന്നെ നിങ്ങൾ മാത്രമല്ല പല വിദ്യാർത്ഥികളും അപേക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ആർക്കാണ് കൂടുതൽ ഇൻഡെക്സ് മാർക്ക്, ഇതും നോക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻസ് വരുന്നത് പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഓപ്ഷൻ വരിക. അതായത് ഇപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു സമയത്ത് വരുന്ന കോളേജുകൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ നൽകണം, പിന്നീട് നൽകാനായിട്ട് സാധിക്കില്ല. അതുപോലെ പിന്നീട് വരുന്ന കോളേജുകൾ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ആ ഒരു കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ നൽകണം, പിന്നീട് നൽകാനായിട്ട് സാധിക്കില്ല. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് കോളേജസ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ചെയ്യണം. പിന്നീട് അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ആദ്യം വന്ന പുതിയതായിട്ട്, അതായത് ആദ്യം വന്നിട്ടുള്ള ഓപ്ഷൻസിലെ ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾ ആദ്യം നൽകിയിട്ടില്ല, പിന്നീട് നൽകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എത്രത്തോളം കോളേജുകൾ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നോക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു, അതായത് നിങ്ങളുടെ ഈ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിസർവേഷൻ സീറ്റ് വഴിയും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അതായത് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക്, അവർക്ക് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരുന്നു BSc നഴ്സിംഗിന് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം, BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോളേജിൻ്റെ ആ ഒരു ഇൻഡെക്സ് മാർക്കാണ്, അലോട്ട്മെൻറ്റ് കിട്ടിയവരുടെ ഇൻഡെക്സ് മാർക്കാണ് അറിയേണ്ടത്, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ വിദ്യാർത്ഥിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അതുപോലെ ഏത് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നൽകിയത് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ്, അതായത് SM എന്ന് പറഞ്ഞ് കൊണ്ട് കാണാം. ഈ ഒരു 2 തരം റാങ്ക് ലിസ്റ്റുകളാണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് മെറിറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റുമാണുള്ളത്. ഒരു കോളേജിൽ ഇപ്പോൾ 50 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 25 സീറ്റ് ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴിയും അതുപോലെ ബാക്കി 25 സീറ്റ് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് വഴിയുമാണ് നികത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഒരു കോളേജ് ഈ ഒരു LBSൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ ഒരു കോളേജ് തന്നെ നിങ്ങൾ AIMSS FNCK വഴിയോ അല്ലെങ്കിൽ PNC MAC വഴിയോ അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് അതിൽ കോളേജ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഈ ഒരു കോളേജിൻ്റെ പേരും കണ്ടിട്ടുണ്ട് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് CPAS തന്നെ കാണാം. ഇപ്പോൾ CPASൻ്റെ അലോട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നൽകുമ്പോൾ ഈ ഒരു LBS വഴിയും CPASലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. ഓരോ വർഷവും സാധാരണയായിട്ട് ഓരോ നഴ്സിംഗ് കോളേജിലെയും സീറ്റിൻ്റെ 50% സീറ്റുകൾ സർക്കാരിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനായിട്ട് വിട്ടു നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ആ ഒരു 50% സീറ്റ് ഗവൺമെൻറ്, അതായത് LBS വഴിയും അതുപോലെ തന്നെ ബാക്കി അതത് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ വഴിയും അലോട്ട്മെൻറ്റായിട്ട് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 2 കോളേജുകളിലും അതായത് ഒന്ന് അസോസിയേഷൻ വഴിയും അതുപോലെ LBS വഴിയും നിങ്ങൾക്ക് ഈ 2 കോളേജിലും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഇതിന് താഴായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട കാണാം. SM എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മെറിറ്റും ബാക്കി ഏതെങ്കിലും ആണെങ്കിൽ അത് കമ്മ്യൂണിറ്റി കോട്ടയുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനോറിറ്റി കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയുണ്ട്. അപ്പോൾ ആ ഒരു കോട്ടയിലുള്ളവരുടെ ആ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചില കോളേജിൽ മാത്രമാണ് മൈനോറിറ്റി കോട്ടാസ് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയുള്ളത്.
അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും ഏത് അലോട്ട്മെൻറ്റിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ അവരുടെ സ്റ്റേറ്റ് റാങ്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റ് കോട്ട വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എത്രയാണ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവില്ല. അതേസമയം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു കമ്മ്യൂണിറ്റി കോട്ട വഴി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കോളേജിൻ്റെ ആ ഒരു ഡീറ്റെയിൽസാണ് അറിയേണ്ടത്. ആ ഒരു കോളേജിൻ്റെ ആ ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു നമ്പറും അതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് ആണോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് വഴിയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലും ഗവൺമെൻറ് കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എത്ര രൂപയാണ് ഫീസ് വരിക, അതുപോലെ തന്നെ അത് മാനേജ്മെൻറ്റ് വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അടക്കേണ്ട ഫീസ് എത്രയാണ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നു എന്ന് കരുതുക. അതിൽ നിങ്ങൾ SSC ST അല്ലെങ്കിൽ OEC അല്ലെങ്കിൽ സാമ്പത്തിക സംവരണ ആനുകൂല്യം ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 1000 രൂപ മാത്രമാണ് ആകെ വരുന്ന ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും അതായത് മറ്റു കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ ആണ് അത് ഫീസ് ആനുകൂല്യം ഇല്ലാതെ ജനറൽ കാറ്റഗറിയോ അല്ലെങ്കിൽ മറ്റ് കാറ്റഗറിയുള്ള വിദ്യാർത്ഥികളോ ആണെങ്കിൽ നിങ്ങൾക്ക് 23,170 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടി വരിക. ഇതാണ് ഗവൺമെൻറ് കോളേജിലെ വാർഷിക ഫീസായിട്ട് നിങ്ങൾക്ക് വരിക. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് 25,000 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാർഷിക ഫീസ് സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്നത് ഏകദേശം 1.25 ലക്ഷത്തോളം രൂപയാണ് വരിക. അപ്പോൾ ഇതുകൂടാതെ നിങ്ങൾക്ക് യൂണിഫോം അതുപോലെ തന്നെ ഹോസ്റ്റൽ ഇതുപോലുള്ള ചിലവുകളും വരും. അത് അഡീഷണൽ ആയിട്ട് വരുന്ന ചിലവുകളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ 25,000 രൂപയാണ് ആ ഒരു സമയത്ത് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്താണ് ബാക്കി ഫീസും അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റുകളും വിദ്യാർത്ഥികൾ അത് കോളേജുകളിൽ ഹാജരാക്കേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ അഡ്മിഷൻ എടുക്കാതെ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ SC ST OEC എന്നിങ്ങനെ അതിൽ സാമ്പത്തിക സംവരണം ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതേസമയം SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് പക്ഷേങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ട സീറ്റാണ് കിട്ടിയത് എന്ന് കരുതുക. മാനേജ്മെൻറ്റ് കോട്ട സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 25,000 രൂപയും അതുപോലെ തന്നെ അഡ്മിഷൻ ടൈമിൽ ഏകദേശം 75,000 ആ ഒരു റേഞ്ചിൽ ഉള്ള ഫീസ് നിങ്ങളും അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കോമൺ ആയിട്ടാണ് ഫീസ് വരിക. അപ്പോൾ മെറിറ്റ് സീറ്റിൽ വരികയാണെങ്കിൽ മാത്രമാണ് ഫീസ് ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ CPASൻ്റെ മെറിറ്റ് സീറ്റിലേക്കാണ് LBS അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് CPAS വെബ്സൈറ്റ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റുകൾ വഴി അതായത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് LBS വഴി അപേക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് amcsfncare.com അതുപോലെ pncmac.in അതുപോലെ തന്നെയുള്ള വെബ്സൈറ്റുകൾ വഴിയും അതുപോലെ തന്നെ CPAS അതായത് ഗവൺമെൻറ്റിന് കീഴിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. അപ്പോൾ ആ ഒരു CPAS കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അതായത് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വരുന്ന ഫീസ് വരുന്നതായിരിക്കും. അപ്പോൾ LBSലും അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ AMCSFNCക്ക് അതുപോലെ PNCMAക്ക് അതുപോലെ തന്നെ CPAS എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകൾ വഴി മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് കൂടി അപേക്ഷ നൽകാവുന്നതാണ്. മാനേജ്മെൻറ്റ് സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ഫീസ് മാത്രമാണ് നിങ്ങൾക്ക് വരിക. അതായത് ഒരു വർഷം ഏകദേശം നിങ്ങൾക്ക് 1 ലക്ഷം അല്ലെങ്കിൽ 1.25 ലക്ഷത്തിനടുത്ത് രൂപയാണ് അഡ്മിഷൻ ചെലവിനത്തിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം അതുപോലെ അവർ എത്ര രൂപ ഈ ഒരു ഫീ പേയ്മെൻറ്റായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥി എത്ര ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ഏതൊക്കെ ഓപ്ഷനുകൾ മുൻഗണനാക്രമത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് അതായത് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട് എന്നുള്ളതും പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നൽകപ്പെടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ നിങ്ങൾക്ക് അഡ്മിഷൻ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നേടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതത് കോളേജുകൾ ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള കോളേജ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.